ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കാരമൽ പുഡിംഗ് ആണ്. കാരമൽ പുഡിംഗ് എന്ന് പറയുമ്പം എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും. നമ്മൾ സാധാരണ ചെയ്യുമ്പം പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ജലാറ്റിൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അഗർ യൂസ് ചെയ്യും, അല്ലേ? പക്ഷെ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ജലാറ്റിനോ അഗറോ ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ കാരമൽ പുഡിംഗ് തയ്യാറാക്കാമെന്നാണ്. അതുപോലെ തന്നെ ഞാനിത് ബേക്ക് ചെയ്തല്ല എടുക്കുന്നത്, ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വെക്കണം. ഞാനിപ്പം ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഗ്ലാസ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ സ്റ്റീമറിൽ ഫിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാത്രം. ഇനി ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഗ്ലാസ് ബൗൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നല്ല ചൂടായിട്ടുള്ള കാരമൽ സിറപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നതാണ്. അപ്പം കട്ടി കുറഞ്ഞ ഗ്ലാസ് ബൗൾ ആണെന്നുണ്ടെങ്കിൽ ആ പാത്രം ചിലപ്പോൾ വിരിഞ്ഞു പോകും. ഇനി കാരമൽ സിറപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കാരമൽ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ പഞ്ചസാര ഉരുകി കിട്ടണം. പഞ്ചസാര ഉരുകി തീരുന്നിടം വരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുകയും ചെയ്യരുത്. ഇത് ഉരുകി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതാണ് അതിൻ്റെ പരുവം. ഇപ്പം നോക്കിയാൽ അറിയാം, ആ പഞ്ചസാരയെല്ലാം ഉരുകി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയമാകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു കളർ മതി നമ്മുടെ കാരമൽ സിറപ്പിന്. ഇതിൽ കൂടുതൽ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഈ സിറപ്പിനൊരു കയ്പ്പ് രുചി വരും. അതുകൊണ്ട് ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ആ കാരമൽ സിറപ്പ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ കട്ടിയായി പോയി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വീണ്ടും അത് അടുപ്പിലേക്ക് വെച്ച് സിമ്മിലിട്ടിട്ട് അല്പം ചൂടുവെള്ളം ചേർത്ത് ഉരുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ്, അതായത് 1/2 ലിറ്റർ പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 3/4 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ 3 മുട്ട. ഇത് 1 മണിക്കൂർ മുമ്പേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരുന്ന മുട്ടയാണ്, അതായത് റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കുന്ന മുട്ടയാണ്. 1/2 ടീസ്പൂൺ വാനില എസൻസ്. ആദ്യം തന്നെ നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. പുഡിംഗ് ഒക്കെ ചെയ്യുമ്പം എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം ആ പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ പാലൊന്ന് ചെറുതായിട്ട് തണുക്കണം. അതായത് അതിൻ്റെ നല്ല ചൂടൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട 3 എണ്ണം ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങിട്ട് പതപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴാ പാലിൻ്റെ വലിയ ചൂടങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാല് ഈ മുട്ടയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, പാല് വേണം മുട്ടയിലേക്ക് ചേർക്കാൻ, അല്ലാതെ മുട്ട പാലിലേക്ക് ചേർക്കരുത്. കാരണം നമ്മൾ മുട്ട പാലിലേക്ക് ചേർത്താൽ ആ പാലിൻ്റെ ചൂട് കൊണ്ട് മുട്ട വെന്തു പോകും. ഒഴിച്ചു കൊടുക്കുമ്പോഴും സൂക്ഷിക്കണം. നമ്മൾ ഒഴിച്ചു കൊടുക്കും തോറും ഈ മുട്ടയുടെ മിക്സും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഒരു കൈ കൊണ്ട് ഈ മുട്ടയുടെ മിക്സ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, മറ്റേ കൈ കൊണ്ട് കുറച്ചായിട്ട് പാല് ഒഴിച്ചു കൊടുക്കുകയും വേണം. ഇപ്പോഴാ പാലും മുട്ടയും നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പം ഞാൻ ആ പാലിൻ്റെ മുട്ടയുടെ മിക്സ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആ പുഡിംഗ് സെറ്റ് ആവാനുള്ള ബൗളിലേക്ക് മാറ്റിയിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ചെയ്താലും ഇത് സെറ്റാവും. പക്ഷെ ചിലരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പുഡിംഗ് സെറ്റായി കിട്ടുന്നില്ല എന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. വേണ്ടിയിട്ട് ഈ മിക്സ് ഞാൻ പാല് കാച്ചിയ സോസ് പാൻ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഒന്ന് മാറ്റുവാണ്.
എന്നിട്ട് ഇതൊരു വാട്ടർ ബാത്തിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കണം. വാട്ടർ ബാത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ പകുതി വരെ വെള്ളം നിറച്ച് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. തിളച്ച് തുടങ്ങിയപ്പോഴത്തേക്കും തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ ആ പാലെടുത്ത് വെച്ചിരിക്കുന്ന സോസ് പാൻ വെച്ച് കൊടുക്കണം. സോസ് പാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സോസ് പാൻ്റെ അടിഭാഗവും അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ബാത്ത് വെച്ചിരിക്കുന്ന പാത്രവും തമ്മിൽ മുട്ടാൻ പാടില്ല. ഇനി ഈ പാല് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ചെറുതായിട്ട് മാത്രം ഒന്ന് കുറുകിയാൽ മതി. ഇപ്പോൾ അതാ ആ പാലിൻ്റെ മുട്ടയുടെ മിക്സ് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊരു 20 to 30 മിനിറ്റ്സ് ചെറു തീയിൽ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്നത് പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ മതിയാവും. ഞാനിപ്പം കുഴിവുള്ള പാത്രം എടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു 30 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ഇപ്പം ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തുറന്ന് നമ്മുടെ പാത്രം പുറത്തേക്ക് എടുക്കാം. അലുമിനിയം ഫൗലും കൂടെ ഒന്ന് മാറ്റി നോക്കാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പുഡിങ്. ഇതിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ആവണം നമ്മൾ ഈ പാത്രത്തിൽ തട്ടുമ്പം, അതാണ് അതിൻ്റെ പരുവം. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്ത് റൂം ടെമ്പറേച്ചറിലായി കഴിയുമ്പോൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിക്കണം. അതിനുശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. ഇതിപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമുള്ളതാണ്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലും കാരമൽ പുഡിംഗ് ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറെ റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.